ഒപ്പം കമലേഷ്, അല്പസമയം മുമ്പ് കമലേഷിന്റെ ആ റിപ്പോർട്ട് കാണുന്ന സമയത്ത് നമ്മൾ കണ്ടത് കമലേഷിന്റെ ആ P2C തന്നെ തുടങ്ങുന്നത് തക്കാളിക്ക് പൊന്നുവില എന്ന് പറഞ്ഞുകൊണ്ട് തക്കാളി എടുത്ത് ഒന്ന് കാണിക്കുന്ന സമയത്ത് ആ തക്കാളി അവിടെ വെച്ചേക്ക് എന്ന് ചേട്ടൻ പറയുന്നൊരു സംഭവം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ വളരെ മൂല്യപ്പെട്ട ഒരു സംഭവമായി തക്കാളി മാറുക. തക്കാളി മാത്രമല്ല, മറ്റ് പച്ചക്കറികളെല്ലാം തന്നെ ഏതെങ്കിലും വിധത്തിൽ നമ്മൾ ഇച്ചിരി അരി മേടിച്ച് കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചാൽ അതിന്റെ കൂടെ എന്തെങ്കിലും ഒരു കറി കൂട്ടണമെങ്കിൽ പച്ചക്കറി മേടിക്കാൻ ചെന്നാൽ വേണ്ട എന്ന് തന്നെ തീരുമാനിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ആളുകളുടെയൊക്കെ ഒരു പ്രതികരണം ഏത് നിലയ്ക്കായിരുന്നു? ഒപ്പം തന്നെ കച്ചവടക്കാരുടെയും പ്രതികരണങ്ങൾ രണ്ട് തട്ടിലുണ്ടല്ലോ. എബി, തീർച്ചയായും ആ നിലയിൽ വളരെ ദുരിതത്തിലാണ് തങ്ങൾ ജീവിക്കുന്നത് എന്ന നിലയിൽ തന്നെയാണ് മാർക്കറ്റിലെത്തുന്ന സാധാരണക്കാരായ ആളുകൾ, വീട്ടമ്മമാരൊക്കെ നമ്മളോട് ആ ഘട്ടത്തിൽ പ്രതികരിച്ചിരുന്നത്. അതോടൊപ്പം ഇതിൽ എബി സൂചിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ പച്ചക്കറി കച്ചവടക്കാർക്കിടയിലും രണ്ട് പക്ഷമുണ്ട്. ഇതിൽ പ്രധാനമായും ഈ വിലക്കയറ്റത്തിൻ്റെ എല്ലാ ഗുണവും അല്ലെങ്കിൽ അതിൻ്റെ എല്ലാ നേട്ടവും കൊയ്യുന്നത് ഞാൻ ഈ നമ്മുടെ സ്റ്റോറിയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെ ഈ ഇടനിലക്കാരും വൻകിട മുതലാളിമാരുമാണ്. അതായത് ഈ മാർക്കറ്റിലേക്ക് വൻതോതിൽ പച്ചക്കറി ഇറക്കുന്ന മുതലാളിമാർക്കും ഇതിൻ്റെ ഇടനിലക്കാരായി പ്രവർത്തിക്കുന്ന ആളുകൾക്കുമാണ് ഇതിൻ്റെ പ്രധാന നേട്ടം ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. അതിൽ ഒരു ചന്ദ്രിക ചേച്ചിയുടെ കാര്യം ഞാൻ ആ സ്റ്റോറിക്കകത്ത് പറയുന്നത്, ചന്ദ്രിക ചേച്ചി വളരെ കാലമായി, അതായത് 17 വർഷത്തോളമായി ആ മാർക്കറ്റിൽ ഇരുന്ന് ചെറിയ തോതിൽ പച്ചക്കറികൾ വിൽക്കുന്ന ഒരു സ്ത്രീയാണ്. എന്നാൽ അവർക്കൊന്നും ഈ തരത്തിൽ വലിയ ഒരു ലാഭം ഉണ്ടാകുന്നില്ല. ഏതെങ്കിലും ഒരു സാധനം വിറ്റ് കഴിഞ്ഞാൽ 3-4 രൂപയൊക്കെയാണ് അതിൻ്റെ അകത്ത് മാത്രം അവർക്ക് ലാഭം ഉണ്ടാകുന്നത്. എന്നാൽ നിലവിൽ വലിയ തരത്തിൽ പച്ചക്കറികൾക്ക് വില കൂടുന്ന സാഹചര്യമുണ്ട് എങ്കിൽ പോലും ചിലപ്പോഴൊക്കെ അത് മാർക്കറ്റിലേക്ക് വരുന്ന പച്ചക്കറികളുടെ വിലയെ അടിസ്ഥാനപ്പെടുത്തിയല്ല, ചെറിയ വിലയ്ക്ക് പച്ചക്കറി മാർക്കറ്റിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് വില കയറ്റി വെക്കുന്ന ഒരു നില ഇടനിലക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അത് നമ്മോട് ക്യാമറയിൽ പറയാൻ ചില ആളുകൾ തയ്യാറായില്ലെങ്കിൽ പോലും സ്വകാര്യ സംഭാഷണത്തിനിടെ ചില വ്യാപാരികൾ അത് പറയുന്നുണ്ട്, ചില കച്ചവടക്കാർ അത് പറയുന്നുണ്ട്. അതായത് നിലവിൽ വലിയ തരത്തിൽ പ്രകൃതിക്ഷോഭങ്ങൾ അടക്കം അല്ലെങ്കിൽ മറ്റ് പ്രതികൂല കാലാവസ്ഥയിലൊക്കെ കൃഷി കാര്യമായി നടക്കാതെ വരികയും ഉണ്ടായിരുന്ന കൃഷി നശിച്ചു പോവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയുടെ വരവ് സംസ്ഥാനത്തേക്ക് വലിയ തോതിൽ കുറഞ്ഞിട്ടുള്ളത്. അത് വലിയ തോതിൽ പച്ചക്കറികൾക്ക് വില കൂടുന്നതിലേക്ക് ഒരു കാരണമായി മാറിയിട്ടുമുണ്ട്. എന്നാൽ ഈ മൈസൂരുവിൽ നിന്നടക്കം ഞാൻ ആ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ തന്നെ 25 കിലോ തക്കാളിക്ക് 2800 രൂപ നിരക്കിലാണ് ഇപ്പോൾ മാർക്കറ്റിലേക്ക് എത്തുന്നത്. അതിനനുസരിച്ച് 1 കിലോയ്ക്ക് 120 രൂപ തോതിലാണ് കച്ചവടക്കാർക്ക് അത് വിൽക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ 2800 എന്നതിനപ്പുറത്തേക്ക് മൈസൂരുവിൽ നിന്നും ചെറിയ വിലയ്ക്ക് തക്കാളി എത്തുന്നുണ്ട് മാർക്കറ്റിലേക്ക്. 1800 രൂപയ്ക്ക് 25 കിലോയ്ക്ക് 1800 രൂപയ്ക്ക് അടക്കം മൈസൂരുവിൽ നിന്നും നല്ല തക്കാളി എത്തുന്നുണ്ടെങ്കിൽ പോലും നിലവിലെ ഇവിടുത്തെ മാർക്കറ്റ് റേറ്റ് 2800 രൂപയ്ക്ക് കൊടുക്കാവുന്ന സാഹചര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ഈ 1800 വരുന്ന പച്ചക്കറി, അതായത് തക്കാളി അടക്കം 2800 തന്നെ ഈ ഇടനിലക്കാർ ഇവിടെ വിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അതായത് വില കുറഞ്ഞാലും കുറച്ചു കാലത്തേക്ക് ഈ വലിയ വില, ഉയർന്ന വില കണക്കാക്കി ആ നിലയിൽ തന്നെ കച്ചവടം കൊണ്ടുപോകാം എന്ന് ധരിക്കുന്ന ആളുകളുണ്ട്. ആ നിലയിൽ ഒരു കൊള്ള ലാഭം കൊയ്യുന്ന കച്ചവടക്കാരും വ്യാപാരികളും ഇടനിലക്കാരും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ് വലിയ ഒരു പ്രതിസന്ധി ഇതിനകത്തുള്ളത്. ഇതിൽ ഈ സാധാരണ ചെറുകിട വ്യാപാരികളുടെ അല്ലെങ്കിൽ കച്ചവടക്കാരുടെ ഒരു പ്രശ്നമെന്ന് പറയുന്നത്, ഈ തരത്തിൽ പച്ചക്കറിക്കെല്ലാം തീ വിലയായിരിക്കുന്നു എന്ന വാർത്ത വരുന്നതോടുകൂടി, അത്തരത്തിലൊരു പ്രചരണം വരുന്നതോടുകൂടി അവരുടെ ഉപജീവനം ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. വലിയ തോതിൽ വ്യാപകമായി അല്ലെങ്കിൽ ഹോൾസെയിലായി പച്ചക്കറി ഇറക്കുന്ന ആളുകൾക്ക് വലിയ പ്രയാസമുണ്ടാകുന്നില്ല. എന്നാൽ ഇവരിൽ നിന്നും ഈ ഉയർന്ന വിലയ്ക്ക് വാങ്ങി ചെറിയ തോതിൽ, അതായത് ചില്ലറ വിൽപ്പനക്കാരായി ഇരിക്കുന്ന സാധാരണക്കാരായ കച്ചവടക്കാർക്കാണ് വലിയ തോതിൽ ഇതിൻ്റെ തിരിച്ചടി ഉണ്ടാകുന്നത് മാർക്കറ്റ് വെച്ച് നമുക്ക് നോക്കുമ്പോൾ. അതേസമയം ഉപഭോക്താക്കളെ സംബന്ധിച്ച് അതിനേക്കാൾ വലിയ പ്രശ്നമാണ്. എബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഞ്ഞി വെച്ച് അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ട്രോളിംഗ് നിരോധനമൊക്കെ ഉള്ളതുകൊണ്ട് മീൻ വരുന്നില്ല, ഇറച്ചിക്കാണെങ്കിൽ തീവില, അതുപോലെ പച്ചക്കറി വെച്ച് കഴിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ നിലയിൽ പച്ചക്കറിയും തൊടാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇപ്പോൾ ഇഞ്ചി അടക്കം, ഇഞ്ചി, ക്യാരറ്റ്, ഉള്ളി, സവോള, ഈ ചെറിയുള്ളിയൊക്കെ വലിയ വിലയാണ്. ചെറിയുള്ളിയൊന്നും ഇട്ട് രുചികരമായ ഒരു കറി കൂട്ടാം എന്ന് കരുതിയാൽ അതിനൊക്കെ വലിയ വില കൊടുക്കേണ്ട ഒരു സാഹചര്യമുണ്ട് നിലവിൽ. അതോടൊപ്പം തക്കാളിയാണ് ഏറ്റവും വലിയ ഒരു ഉയരത്തിൽ നിൽക്കുന്നത് എന്ന് തന്നെ പറയാം. ആ സൈനിൻ്റെ അതിനകത്ത് ഞാൻ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ എബി സൂചിപ്പിച്ചതുപോലെ അത് രസകരമായ ഒരു കാര്യമായിരുന്നു. ഞാനത് എടുത്ത് തക്കാളി എടുത്ത് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ചേട്ടൻ അയ്യോ എൻ്റെ തക്കാളി എന്ന് പറയുന്ന നിലയിലേക്ക് തക്കാളി അമൂല്യമായ ഒരു വസ്തുവായി മാറിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നിലവിലെ സാഹചര്യം. എബി.
തീർച്ചയായും കമലേഷ്, ഒപ്പം തന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അധികാരികളുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അവരുടെയൊക്കെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ, ഈ സർക്കാരിൻ്റെ ഒരു ഇടപെടൽ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഉണ്ടായെങ്കിലും ഇപ്പം ഇടനിലക്കാരുടെ കൊള്ളലാഭം കൊയ്യലാണ് ഒരു പരിധിവരെ ഈ ഒരു വിലക്കയറ്റത്തിന് കാരണം എന്ന് സൂചിപ്പിക്കുകയുണ്ടായി ഈ റിപ്പോർട്ടിൽ തന്നെ. അപ്പോൾ അതിനകത്ത് ഏത് തരത്തിലുള്ള ഇടപെടലാണ് സർക്കാർ നടത്താൻ കഴിയുക? അത് നടത്തുന്നുണ്ടോ ശരിക്കും? നിലവിൽ നമ്മൾ ഇന്നലെ ഹോർട്ടികോർപ്പിന്റെ അധികൃതരെ കണ്ട് സംസാരിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. അവർ പറയുന്നത് ദേശീയ തലത്തിൽ തന്നെ ഇത്തരത്തിലൊരു വിലവർധന ഉണ്ടായിട്ടുണ്ട്. ഈ വ്യാപകമായി ഈ ബിബോർചോയ് ചുഴലിക്കാറ്റൊക്കെ വന്നതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായി കൃഷിനാശം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. കേരളത്തെ സംബന്ധിച്ച് അതിന്റെ ആഘാതം കുറെ കൂടി വലുതാണ് എന്നുള്ളതാണ്. അതായത് കാലാകാലമായി നമ്മൾ ഉപഭോക്തൃ സംസ്ഥാനമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ കാർഷിക മേഖലയിലടക്കം ഒരു സ്വയം പര്യാപ്തത കൈവരിക്കാൻ കേരളത്തിന് ഇനിയും സാധിക്കാത്തത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വേണം പച്ചക്കറി അടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിലേക്ക് വരാൻ. ഇത് തന്നെയാണ് നമ്മുടെ നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമെന്നാണ് ഹോർട്ടികോർപ്പ് അടക്കം വ്യക്തമാക്കുന്നത്. എന്നാൽ ഈ വിഷയത്തിൽ സജീവമായ ഒരു ഇടപെടൽ ഹോർട്ടികോർപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഈ ഹോർട്ടികോർപ്പിന്റെ തന്നെ ഔട്ട്ലെറ്റുകൾ 80ഓളം ഔട്ട്ലെറ്റുകൾ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം ഹോർട്ടികോർപ്പിനുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാനത്തുടനീളം എല്ലാ ജില്ലകളിലും ഹോർട്ടികോർപ്പിന് ഔട്ട്ലെറ്റുകളുണ്ട്. അതായത് മിതമായ നിരക്കിൽ പച്ചക്കറികൾ വിൽക്കുന്ന ഔട്ട്ലെറ്റുകൾ. അതോടൊപ്പം മൊബൈൽ യൂണിറ്റുകളുമുണ്ട് ഹോർട്ടികോർപ്പിന്. അതായത് സഞ്ചരിച്ച് ഇത്തരത്തിൽ പച്ചക്കറികൾ വിൽക്കുന്ന വാഹനങ്ങളടക്കം ഹോർട്ടികോർപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് 18ഓളം വാഹനങ്ങൾ നിലവിൽ തിരുവനന്തപുരത്തുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ നിലയിൽ ഈ ഹോർട്ടികോർപ്പിന്റെ അധികൃതർ തന്നെ നമ്മോട് വ്യക്തമാക്കിയിട്ടുള്ളത് 3 രൂപ തൊട്ട് 45 രൂപ വരെ വിലക്കിഴിവിൽ, അതായത് മാർക്കറ്റിൽ ലഭിക്കുന്ന ഇപ്പോൾ 1 കിലോ തക്കാളിക്ക് മാർക്കറ്റിൽ 120 ആണെങ്കിൽ 100 രൂപയ്ക്കോ 95 രൂപയ്ക്കോ ഹോർട്ടികോർപ്പിന് കൊടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. അത് തീർച്ചയായും വലിയൊരു ഇടപെടൽ തന്നെയായി നമുക്ക് കരുതേണ്ടി വരും. ആ നിലയിൽ പക്ഷേ എത്രത്തോളം ഇത് ആളുകളിലേക്ക് എത്തുമെന്നുള്ളതാണ്. ഹോർട്ടികോർപ്പിന്റെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ കൂടുതൽ ഉപകാരപ്രദമായേനെ. ഈ 80 ഔട്ട്ലെറ്റുകളിൽ എത്രത്തോളം ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റും, അവിടെ എത്രത്തോളം പച്ചക്കറികൾ വിൽക്കാൻ കഴിയും എന്നൊരു വലിയൊരു പ്രതിസന്ധി ഉണ്ട്. ഇടപെടലുകൾ ഉണ്ടാവണം. ആ ഇടപെടലുകൾ ജനങ്ങൾ അറിയണം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിൽ 120 രൂപയ്ക്ക് കൊടുക്കുന്ന തക്കാളി, പൊതുവിപണിയിലുള്ള തക്കാളി ഹോർട്ടികോർപ്പ് 90 രൂപയ്ക്കും 95 രൂപയ്ക്കും കൊടുക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അത് ഒരു ചെറിയ പൈസയാണ് എന്നുള്ളതല്ല. പക്ഷേ 140 അല്ലെങ്കിൽ 120 സംബന്ധിച്ച് 95 എന്ന് പറയുന്നത് ഒരു ചെറിയ പൈസയാണല്ലോ. ആ ഒരു നിലക്ക് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത്. അത് അത്തരത്തിലുള്ള ഈ ഹോർട്ടികോർപ്പിന്റെ ഔട്ട്ലെറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ഒപ്പം തന്നെ ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തുകയും ചെയ്തെങ്കിൽ മാത്രമേ സാധാരണക്കാർക്ക് ഈ വിലക്കയറ്റത്തിൽ നിന്നും ഏതെങ്കിലും തരത്തിലൊരു മോചനം അല്ലെങ്കിൽ ഒരു ആശ്വാസം നേടാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ റിയാസ് KM ഉണ്ട് കോഴിക്കോട്